ഹലോ എവരിവൺ, എല്ലാവർക്കും പാത്വേസ് അക്കാദമിയുടെ ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്സ് വിദാൽ ടെസ്റ്റ്, കോർഡിനേറ്റഡ് ലൂണാർ ടൈം, ആഫ്രിക്കൻ യൂണിയൻ, ഗ്ലോബൽ ഫയർ മാനേജ്മെന്റ് ഹബ്. അപ്പോൾ അതിനകത്ത് ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വിദാൽ ടെസ്റ്റിനെ കുറിച്ചാണ്. ഈ വിദാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഒരു പണ്ട് കാലത്ത് ഉണ്ടായിരുന്ന ഒരു ഫ്രഞ്ച് ഫിസിഷ്യന്റെ നെയിമിൽ അറിയപ്പെടുന്ന ഒരു ടെസ്റ്റാണ്. ഈ ടെസ്റ്റ് യൂസ് ചെയ്യുന്നത് ടൈഫോയിഡ് ഐഡന്റിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ഇത് പണ്ട് കാലത്ത് 1800s അവസാന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുള്ള ഒരു ടെസ്റ്റാണ്. പക്ഷേ ഇപ്പോഴും നമ്മുടെ ഇന്ത്യയിൽ ഈ ടൈഫോയിഡ് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പ്രധാനമായിട്ടും യൂസ് ചെയ്യുന്ന ഒരു ടെസ്റ്റ് ഇതാണ്. പക്ഷേ ഈ ടെസ്റ്റിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഹൈലി ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിംഗ് ആണ്. അപ്പൊ നമ്മുടെ ഇന്ത്യയിൽ ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഒക്കെ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ ഒന്നായിട്ട് പറയുന്നത് ഈ വിഡാൽ ടെസ്റ്റിനകത്ത് കാണിക്കുന്ന ഫോൾസ് ആയിട്ടുള്ള റിസൾട്ട് കാരണം ആളുകൾ കൂടുതലായിട്ട് ആന്റിബയോട്ടിക്സ് യൂസ് ചെയ്യുന്നതാണെന്നാണ് പറയുന്നത്. അപ്പോൾ ഇതെന്താണെന്ന് ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരുന്നാൽ മതി. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ വിദാൽ ടെസ്റ്റ് എന്ന് പറയുന്നത് ഒരു റാപ്പിഡ് ബ്ലഡ് ടെസ്റ്റ് ആണ്. ഇത് മനസ്സിൽ ഉപയോഗിക്കുന്നത് പ്രധാനമായിട്ടും ടൈഫോയിഡ് ഫീവർ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് ഡയഗ്നോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലെ ടൈഫോയിഡ് ഫീവറുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും അധികം അത് ഡയഗ്നോസ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ വിദാൽ ടെസ്റ്റ് ആണ്. പക്ഷേ മറ്റുള്ള പല രാജ്യങ്ങളും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 1800 അവസാന കാലഘട്ടത്തിൽ ഡെവലപ്പ് ചെയ്തിട്ടുള്ള ഒരു ടെസ്റ്റ് ആണ്. അപ്പോൾ മറ്റു പല രാജ്യങ്ങളും ഇത് ഒഴിവാക്കിയിട്ടുണ്ട്. കാരണം ഇതിന്റെ ഒരുപാട് ലിമിറ്റേഷൻസ് കാരണം, അല്ലെങ്കിൽ ഇതിന്റെ വളരെ ഹൈലി ഇനാക്യുറേറ്റ് ആയിട്ടുള്ള ഒരു സ്വഭാവം കാരണം. അപ്പൊ ഇതിന്റെ ഇനാക്യുറസിയുടെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചില സമയത്ത് ഇത് പോസിറ്റീവ് ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഇത് പലപ്പോഴും ഇത് പോസിറ്റീവ് ആയിട്ട് കാണിക്കും, അതായത് ടൈഫോയിഡ് ഉണ്ട് എന്നുള്ള രീതിയിൽ കാണിക്കുന്നത് നമുക്കുണ്ടായിട്ടുള്ള മറ്റേതെങ്കിലും അസുഖത്തിന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആന്റിബോഡീസ് നമ്മുടെ ശരീരത്തിലുണ്ടെങ്കിൽ ആ ആന്റിബോഡീസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ടൈഫോയിഡ് ആയിട്ട് വേണമെങ്കിൽ ഇത് കാണിക്കാം. അപ്പൊ മിസ്ലീഡിംഗ് ആയിട്ട് പോസിറ്റീവ് കാണിക്കും. അപ്പൊ ഈ പോസിറ്റീവ് കാണിക്കുമ്പോൾ ഒരു റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്ക് ടൈഫോയിഡ് ഉണ്ട് എന്ന് വിചാരിച്ച് ഡോക്ടർമാർ ആന്റിബയോട്ടിക്സ് പ്രിസ്ക്രൈബ് ചെയ്യും. ഒരു അസുഖം ഇല്ലാത്ത ഒരാൾ കയറിയിട്ട് ആന്റിബയോട്ടിക്സ് കഴിക്കും. ഇത് കാരണം ആവശ്യമില്ലാതെ ഈ ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസ് കാരണം ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് ഉള്ള, അല്ലെങ്കിൽ നമ്മൾ സൂപ്പർ ബഗ്സ് എന്നൊക്കെ പറയുന്ന രീതിയിലുള്ള ഈ ആന്റിബയോട്ടിക്സിനോട് റെസിസ്റ്റന്റ് ആയിട്ടുള്ള രോഗാണുക്കൾ ഡെവലപ്പ് ചെയ്യാൻ കാരണമാവും. ഇനി ഇത് പലപ്പോഴും ഇത് ഫോൾസ് കാണിച്ചു കഴിഞ്ഞാൽ, അതായത് ഈ പറയുന്ന വിദാൽ ടെസ്റ്റിനകത്ത് നെഗറ്റീവ് ആയി കഴിഞ്ഞാലും അതിന്റെ അർത്ഥം ടൈഫോയിഡ് ഇല്ല എന്നല്ല. ഓക്കെ, ഈ പറയുന്ന നെഗറ്റീവ് കാണിക്കുന്ന ആളും ചിലപ്പോൾ ടൈഫോയിഡ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കാരണം ഒരാളുടെ ശരീരത്തിലുള്ള ആന്റിബയോട്ടിക്സിന്റെ യൂസേജ് കാരണം ഇത് ഫോൾസ് നെഗറ്റീവ് കാണിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇല്ലാന്ന് വിചാരിച്ചിട്ട് ചികിത്സയൊന്നും എടുക്കില്ല. ചികിത്സ ഇല്ലെന്ന് എടുക്കാത്തത് കാരണം ആളുകൾ മരണപ്പെട്ടു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ ഈ വിദാൽ ടെസ്റ്റിന് പകരം ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഒരു ടെസ്റ്റ് ഈ ടൈഫോയിഡുമായിട്ട് ബന്ധപ്പെട്ട് ഇന്ത്യയിൽ ഡെവലപ്പ് ചെയ്യേണ്ടതിന്റെ ഒരു ആവശ്യകതയുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജിനകത്ത് ഒരു ആർട്ടിക്കിൾ അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതിന്റെ ഏറ്റവും വലിയൊരു റിസ്ക് എന്ന് പറയുന്നത് ഈ ഫോൾസ് പോസിറ്റീവ് കാണിക്കുന്നത് ആന്റിബയോട്ടിക്സിന്റെ ഓവർ യൂസിന് അല്ലെങ്കിൽ മിസ്യൂസിന് കാരണമാവുകയും അത് ഈ ആന്റി മൈക്രോബിയൽ റെസിസ്റ്റൻസ് വലിയ രീതിയിൽ കൂടാൻ കാരണമാവുകയും ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് കോർഡിനേറ്റഡ് ലൂണാർ ടൈം ആണ്. ഈ കോർഡിനേറ്റഡ് ലൂണാർ ടൈമുമായിട്ട് ബന്ധപ്പെട്ട് ഇന്നത്തെ ഹിന്ദുവിന്റെ സയൻസ് പേജ് തന്നെ അവർ മറ്റൊരു ആർട്ടിക്കിൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ കോർഡിനേറ്റഡ് ലൂണാർ ടൈം എന്ന് പറയുന്നത് ഒന്നുമില്ല, നമ്മുടെ നിലവിൽ ഭൂമിയിൽ നമുക്കൊരു കോർഡിനേറ്റഡ് ആയിട്ടുള്ള യൂണിവേഴ്സൽ ടൈം ഉണ്ട്. അതാണ് UTC എന്ന് പറയുന്നത്. അപ്പൊ ഈ UTCക്ക് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ഒരു യൂണിഫോം ആയിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള ലൂണാർ ടൈം ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ് ഇപ്പൊ നാസ. അപ്പൊ നാസ ഇത് പ്രധാനമായിട്ടും ശ്രമിക്കുന്നത്, നമുക്കറിയാം വീണ്ടും ലോകത്തിലൊരു സ്പേസ് റേസ് നടക്കുന്നുണ്ട്. അതിന്റെ ഭാഗമായിട്ട് ഇപ്പൊ നാസ മറ്റുള്ള രാജ്യങ്ങളുമായിട്ട് സ്പേസിനകത്ത് എസ്പെഷ്യലി ചൈനനെയൊക്കെ കണ്ടെയ്ൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ കൂടിയിട്ടാണ്, അതിന് വേണ്ടിയിട്ടാണ് ആർട്ടമിസ് അക്കോർഡ് എന്ന് പറയുന്ന ഒരു എഗ്രിമെന്റ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ളത്. അതിന്റെ ഭാഗമായിട്ടാണ് ഇപ്പൊ നാസ ഈ കോർഡിനേറ്റഡ് ലൂണാർ ടൈം എന്ന് പറയുന്ന സാധനം, അല്ലെങ്കിൽ LTC എന്ന് പറയുന്ന സാധനം പ്രപ്പോസ് ചെയ്യുന്നത്. അപ്പൊ അവർ പറയുന്നത് ഈ എർത്തിലുള്ള കോർഡിനേറ്റഡ് യൂണിവേഴ്സൽ ടൈമിന് സിമിലർ ആയിട്ടുള്ള രീതിയിൽ ആയിരിക്കും ഈ കോർഡിനേറ്റഡ് ലൂണാർ ടൈമും ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് ഫോം ചെയ്യുക എന്നാണ് പറയുന്നത്. അപ്പൊ ഇതിന്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ഫ്യൂച്ചറിൽ കൂടുതലായിട്ട് ഇപ്പോൾ ഈ ഇൻഡസ്ട്രിയൽ ഈ പറയുന്ന സെലസ്റ്റിയൽ ബോഡീസിലേക്കുള്ള, അപ്പോൾ മൂണൊക്കെ പോലുള്ള മറ്റുള്ള ഔട്ടർ ബോഡീസിലേക്കുള്ള മിഷൻസ് ഒക്കെ നടത്തുന്ന സമയത്ത് ഇപ്പോൾ ചൈനയും അതുപോലെ തന്നെ US ഒക്കെ മൂണിനകത്ത് പെർമനന്റ് ആയിട്ടുള്ള ഒരു സ്റ്റേഷൻ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ശ്രമങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടുതൽ സ്പേസ് ആക്ടിവിറ്റീസ് കൂടുന്ന സമയത്ത് ഇത് മറ്റ് മൾട്ടിപ്പിൾ സ്പേസ് ഏജൻസീസ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസ് ഒക്കെ ഈ ലൂണാർ സർഫേസിൽ സ്റ്റാർട്ട് ചെയ്യാനൊക്കെ ഫ്യൂച്ചറിൽ പ്ലാൻ ഉണ്ടെങ്കിൽ അതിനൊക്കെ കുറച്ചും കൂടി സഹായകമായിരിക്കും. ഇപ്പൊ ഈ ഡാറ്റ ഷെയറിങ്ങിനാണെങ്കിലും കമ്മ്യൂണിക്കേഷൻ ആണെങ്കിലും കുറച്ചും കൂടി ഒക്കെ ബെനിഫിഷ്യൽ ആയിരിക്കും ഈ കോർഡിനേറ്റഡ് ലൂണാർ ടൈം എന്നാണ് പറയുന്നത്. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ US ആണ്, അല്ലെങ്കിൽ നാസയാണ് ഇപ്പൊ ഇത്തരത്തിലൊരു ശ്രമവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുള്ളത്. പക്ഷേ ഈ പറയുന്ന സ്പേസ് സെക്ടറുമായിട്ട് ബന്ധപ്പെട്ട് നാസയുടെ കോമ്പറ്റീറ്റേഴ്സ് ആയിട്ടുള്ള എസ്പെഷ്യലി റഷ്യ അതുപോലെ തന്നെ ചൈന പോലുള്ള ആർട്ടമിസ് അക്കോർഡിന്റെ ഭാഗമല്ലാത്ത രാജ്യങ്ങൾ ഇത് അംഗീകരിക്കാൻ, നാസയുടെ ഈ ഒരു ഇനീഷ്യേറ്റീവ് ഫോളോ അപ്പ് ചെയ്യാനുള്ള ചാൻസസ് വളരെ കുറവാണെന്ന് മനസ്സിലാക്കുക. അപ്പൊ ഇതിന്റെ ഏറ്റവും വലിയ ചാലഞ്ചും അത് തന്നെയാണ്. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഈ ആർട്ടമിസ് അക്കോർഡും കൂടി ഒന്ന് അറിഞ്ഞിരിക്കുക. ആർട്ടമിസ് അക്കോർഡ് എന്ന് പറയുന്നത്
അമേരിക്കയുടെ ബഹിരാകാശ സംഘടനയായിട്ടുള്ള നാസ അവരുടെ പാർട്ട്ണറിംഗ് കൺട്രീസിന്റെ സ്പേസ് ഏജൻസീസുമായിട്ട് സൈൻ ചെയ്യുന്ന ഒരു നോൺ ബൈൻഡിങ് ആയിട്ടുള്ള ബൈലാറ്ററൽ അറേഞ്ച്മെന്റ് ആണ് ആർട്ടമിസ് അക്കോർഡ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഇത്തരത്തിൽ ഏകദേശം 30-ൽ കൂടുതൽ രാജ്യങ്ങളുമായിട്ട് ആർട്ടമിസ് അക്കോർഡ് US സൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ പറയുന്ന ആർട്ടമിസ് അക്കോർഡ് എന്ന് പറയുന്നത് ഔട്ടർ സ്പേസിലുള്ള ഈ പറയുന്ന നാസയും ഈ പറയുന്ന റെസ്പെക്റ്റീവ് ആയിട്ടുള്ള രാജ്യങ്ങളും തമ്മിലുള്ള സഹകരണം വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ലക്ഷ്യം. ഏറ്റവും പ്രധാനമായിട്ട് ലൂണാർ മിഷൻസും അതുപോലെ തന്നെ മറ്റുള്ള സെലസ്റ്റിയൽ ബോഡീസിലേക്കുള്ള മിഷൻസുമായിട്ട് ബന്ധപ്പെട്ട് മാർസ് ഒക്കെ പോലുള്ള മറ്റുള്ള സ്പേസ് ബോഡീസിലേക്കുള്ള മിഷൻസും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പരസ്പര സഹകരണം ഉറപ്പുവരുത്തലാണ് ഈ ആർട്ടമിസ് അക്കോർഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷെ ഒരു കാര്യം ഓർത്തിരിക്കുക, ആർട്ടമിസ് അക്കോർഡിനകത്ത് ഒരിക്കലും ചൈനയ്ക്കൊന്നും ഒരു പാർട്ടിസിപ്പന്റ് ആവാൻ പറ്റില്ല. ഈ ചൈനയും US തമ്മിൽ സ്പേസ് സെക്ടറിനകത്ത് പരസ്പര സഹകരണം ഇല്ലാത്തതിന്റെ കാരണം US തന്നെയാണെന്ന് മനസ്സിലാക്കുക. കാരണം 2011 അമേരിക്കൻ കോൺഗ്രസ് പാസ്സാക്കിയിട്ടുള്ള ഒരു നിയമം അനുസരിച്ച് സ്പേസ് സെക്ടറിനകത്ത് ചൈനയുമായിട്ട് US ഗവൺമെന്റിന് അല്ലെങ്കിൽ നാസക്ക് സഹകരിക്കാൻ പറ്റില്ല എന്നിട്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലൊന്നും ചൈന പങ്കെടുക്കാത്തതിന്റെ അല്ലെങ്കിൽ ചൈനനെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തതിന്റെ റീസൺ ഇതാണ്. അപ്പൊ ഈ ആർട്ടമിസ് അക്കോർഡിനകത്തും അതുകൊണ്ട് തന്നെ ചൈനയ്ക്ക് ഇൻഹറന്റ്ലി അവർ വിചാരിച്ചാൽ പോലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് മനസ്സിലാക്കുക. ഇന്ത്യ ഈ ആർട്ടമിസ് അക്കോർഡിനകത്ത് ഒരു സിഗ്നേറ്ററി ആണ്. അപ്പൊ ഇതിന്റെ ഭാഗമായിട്ടുള്ള ആദ്യത്തെ ഒരു മിഷൻ എന്ന് പറയുന്നത് 2026 ആകുമ്പോഴേക്കും ഹ്യൂമൻസിനെ വീണ്ടും മൂൺ ലാൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇതിനകത്തൊരു ആദ്യ സ്റ്റെപ്പായിട്ട് US ഇപ്പോൾ ശ്രമിക്കുന്നത്. ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ആഫ്രിക്കൻ യൂണിയനെ കുറിച്ചാണ്. സോ ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ബേസിക്കലി ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 ആഫ്രിക്കൻ യൂണിയനെ കുറിച്ചൊരു വാർത്തയുണ്ട്. ഇസ്രായേൽ പാലസ്തീൻ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട് പലസ്തീനിൽ ഇപ്പോൾ വലിയ ഇതിൽ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ടിട്ടുള്ള ഏകദേശം 2 മില്യണോളം വരുന്ന ആളുകൾ ഗാസയിൽ തിങ്ങി പാർക്കുന്ന ഒരു സ്ഥലമാണ് റാഫ എന്ന് പറയുന്ന ഗാസയിലുള്ള ഒരു ചെറു പട്ടണം. അപ്പൊ ഈ റാഫക്കെതിരായിട്ട് ഇപ്പോൾ ഇസ്രായേൽ സൈനികാക്രമണം ആരംഭിച്ചിരിക്കുകയാണ്. അപ്പൊ അതിൽ അപലപിച്ചുകൊണ്ട് ഇപ്പൊ ആഫ്രിക്കൻ യൂണിയൻ രംഗത്ത് വന്നിട്ടുണ്ട് എന്നുള്ളൊരു വാർത്ത ഇന്നത്തെ ഹിന്ദുവിന്റെ പേജ് 14 അവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് ആഫ്രിക്കൻ യൂണിയനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നത്. ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത് ആഫ്രിക്കയിലെ 55 രാജ്യങ്ങളുടെ ഒരു ഇന്റർ ഗവൺമെന്റൽ ഓർഗനൈസേഷൻ ആണ് ആഫ്രിക്കൻ യൂണിയൻ എന്ന് പറയുന്നത്. ഇത് 2002 ആഫ്രിക്കൻ യൂണിയൻ ലോഞ്ച് ചെയ്യുന്നത്. ഇവർ ബേസിക്കലി 1963 ആഫ്രിക്കയിൽ ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഓർഗനൈസേഷൻ ഓഫ് ആഫ്രിക്കൻ യൂണിറ്റി അല്ലെങ്കിൽ OAU എന്ന് പറയുന്ന ഒരു സംഘടനയുടെ സക്സസർ ആയിട്ടാണ് ആഫ്രിക്കൻ യൂണിയനെ കാണുന്നത്. അവരുടെ ഒരു ഒബ്ജക്റ്റീവ് ആയിട്ട് പറയുന്നത് ഒരു ഇന്റഗ്രേറ്റഡ് ആയിട്ടുള്ള പ്രോസ്പെറസ് ആയിട്ടുള്ള പീസ്ഫുൾ ആഫ്രിക്കനെ ബിൽഡ് ചെയ്യുക. അത് ഈ പറയുന്ന ആഫ്രിക്കൻസ് തന്നെ അല്ലെങ്കിൽ ആഫ്രിക്കൻ പൗരന്മാർ തന്നെ ലീഡ് ചെയ്യുന്ന ഡ്രൈവ് ചെയ്യുന്ന അങ്ങനത്തെ ഒരു ആഫ്രിക്കനെ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് അവരുടെ ഒബ്ജക്റ്റീവായിട്ട് അല്ലെങ്കിൽ ഡിക്ലെയർഡ് ഗോളായിട്ട് പറയുന്നത്. ഇനി ഈ പറയുന്ന ആഫ്രിക്കൻ യൂണിയന്റെ സെക്രട്ടേറിയറ്റ് ആണെങ്കിലും ആഫ്രിക്കൻ യൂണിയൻ കമ്മീഷൻ ആണെങ്കിലും ലൊക്കേറ്റ് ചെയ്തിട്ടുള്ളത് അദീസ് അബബയിലാണ്. അതുപോലെ തന്നെ ആഫ്രിക്കൻ യൂണിയന്റെ ഒരു ടോട്ടൽ എക്കണോമിക് സൈസ് എന്ന് പറയുന്നത് ഏകദേശം $3 ട്രില്യൺ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രൊഡക്റ്റ് GDP ആണ് ആഫ്രിക്കൻ യൂണിയൻ രാജ്യങ്ങൾക്കുള്ളത്. ഏകദേശം ഇന്ത്യയിലുള്ള അത്ര തന്നെ പോപ്പുലേഷൻ ആഫ്രിക്കൻ യൂണിയനിൽ ഒന്നാകെ ഉണ്ടെന്ന് മനസ്സിലാക്കി. ഏകദേശം 1.4 ബില്യൺ ആളുകൾ ആഫ്രിക്കൻ യൂണിയൻ രാജ്യങ്ങളിൽ എല്ലാത്തിലുമായിട്ട് ജീവിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഫ്യൂച്ചറിലൊക്കെ ലോകത്തിലെ ഏറ്റവും വലിയൊരു പൊട്ടൻഷ്യൽ മാർക്കറ്റ് ആയിട്ട് കണക്കാക്കുന്നത് ഈ ആഫ്രിക്കൻ യൂണിയനെയാണ് അല്ലെങ്കിൽ ആഫ്രിക്കനെയാണ്. കാരണം ഈ ഒരു ആഫ്രിക്കൻ യൂണിയൻ അല്ലെങ്കിൽ ആഫ്രിക്കയിലുള്ള ജനങ്ങളുടെ മെജോറിറ്റിയും വളരെ യങ് ആയിട്ടുള്ള, ഇവരുടെ മീഡിയൻ ഏജ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും നിയർലി 20s ഉള്ള വളരെ യങ് ആയിട്ടുള്ള പോപ്പുലേഷൻ ആണ്. സോ ഇനി നമുക്ക് അടുത്തതായിട്ട് ഡിസ്കസ് ചെയ്യാനുള്ള ടോപ്പിക് ഗ്ലോബൽ ഫയർ മാനേജ്മെന്റ് ഹബിനെ കുറിച്ചാണ്. സോ ഗ്ലോബൽ ഫയർ മാനേജ്മെന്റ് ഹബ് അല്ലെങ്കിൽ ഫയർ ഹബ് എന്ന് പറയുന്നത് 2023 നടന്നിട്ടുണ്ടായിരുന്ന 8ാമത്തെ ഇന്റർനാഷണൽ വൈൽഡ് ലാൻഡ് ഫയർ കോൺഫറൻസിന്റെ സമയത്ത് ലോഞ്ച് ചെയ്തിട്ടുള്ള ഒരു ഇനീഷ്യേറ്റീവ് ആണ് ഗ്ലോബൽ ഫയർ മാനേജ്മെന്റ് ഹബ് എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ ലോഞ്ചിങ്ങിന് വേണ്ടിയിട്ട് ഏറ്റവും അധികം എഫേർട്സ് ഇട്ടിട്ടുണ്ടായിരുന്ന അല്ലെങ്കിൽ ഏറ്റവും അധികം ലീഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു രാജ്യം എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഓക്കെ, അതായത് യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റൽ പ്രോഗ്രാമും അതുപോലെ തന്നെ ഫുഡ് ആൻഡ് അഗ്രികൾച്ചറൽ ഓർഗനൈസേഷനും കൂടി ചേർന്നിട്ടാണ് ഇത് ഫോം ചെയ്യുന്നത്. ബേസിക്കലി ഫയർ മിറ്റിഗേഷൻ എഫേർട്സിനകത്ത്, അതായത് കാട്ടുതീ തടയുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ ഗ്ലോബൽ കൊളാബറേഷൻ, ഇന്റർനാഷണൽ കൊളാബറേഷനും അതുപോലെ തന്നെ നോളജ് ഷെയറിംഗ് ഒക്കെ എൻഷുർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ ആ ഒരു ഫെസിലിറ്റേഷന് വേണ്ടിയിട്ടാണ്, ഈ കാര്യങ്ങൾ ഫെസിലിറ്റേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഗ്ലോബൽ ഫയർ മാനേജ്മെന്റ് ഹബ്ബ് അന്ന് ഫോം ചെയ്തിട്ടുണ്ടായിരുന്നത്. സോ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇതിന്റെ പർപ്പസ് എന്ന് പറയുന്നത് നോളജ് ഷെയറിംഗ് പ്ലാറ്റ്ഫോം ആയിട്ട് വർക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഇവരുടെ ഈ ഫോറസ്റ്റ് ഫയർ കൗണ്ടർ ചെയ്യുന്നതിനകത്ത് അല്ലെങ്കിൽ ഫോറസ്റ്റ് ഫയർ മിറ്റിഗേഷനകത്തുള്ള എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഇവരുടെ ലക്ഷ്യമായിട്ട് പറയുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ ഡെയിലി ന്യൂസ് അനാലിസിനകത്ത് ഡിസ്കസ് ചെയ്യാനുള്ളത്. താങ്ക് യു ഓൾ.